നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിനിടയിൽ ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണം സംസ്ഥാന പോലീസിന് വലിയ നാണക്കേടാകുന്നു. ക്രമസമാധാന പാലനത്തിൽ കേരള പോലീസ് പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന വിലയിരുത്തലിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംഭവത്തെക്കുറിച്ച് നേരിട്ട് റിപ്പോർട്ട് തേടി. ഇഡി ഉദ്യോഗസ്ഥർക്കും വാഹനങ്ങൾക്കും നേരെ CPM പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടിട്ടും പോലീസ് നോക്കുകുത്തിയായി നിന്നത് അതിഗുരുതരമായ വീഴ്ചയായാണ് കേന്ദ്രം കാണുന്നത്. ഇതോടെ ഇനി കേരളത്തിൽ ഇഡി നടത്തുന്ന എല്ലാ റെയ്ഡുകൾക്കും മതിയായ കേന്ദ്ര സുരക്ഷാ സേനയെ ഒപ്പം കൂട്ടാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചതായാണ് വിവരം. രാവിലെ പിണറായി വിജയന്റെ കണ്ണൂരിലെ വീടിന് മുന്നിൽ സംഘർഷാവസ്ഥ ഉടലെടുത്തപ്പോൾ തന്നെ തിരുവനന്തപുരത്തും വലിയ പ്രതിഷേധത്തിന് സാധ്യതയുണ്ടെന്ന് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് പൂർണ്ണമായും അവഗണിച്ച പോലീസ് വെറും 50ഓളം ഉദ്യോഗസ്ഥരെ മാത്രമാണ് തിരുവനന്തപുരത്തെ വീടിന് സമീപം വിന്യസിച്ചത്. ഉച്ചയ്ക്ക് 12:30 ആദ്യ സംഘർഷമുണ്ടായപ്പോൾ തന്നെ ഇഡി ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി സുരക്ഷ ആവശ്യപ്പെട്ടിട്ടും പോലീസ് അത് ഗൗനിച്ചില്ല. CPM പ്രവർത്തകർ ഇഡിയുടെ വാഹനങ്ങൾ അടിച്ചു തകർക്കാൻ ശ്രമിച്ചപ്പോൾ ലാത്തി വീശാൻ പോലും മടിച്ച പോലീസ് ആക്രമികളെ പിടിച്ചുമാറ്റുന്നതിനിടയിൽ സ്വന്തം സഹപ്രവർത്തകർക്ക് മർദ്ദനമേറ്റിട്ടും നിസ്സംഗത തുടർന്നു. സംഭവം വൻ നയതന്ത്ര നിയമ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നും IPS ഉദ്യോഗസ്ഥർ നേരിട്ട് കേന്ദ്രത്തിന് മറുപടി പറയേണ്ടി വരുമെന്നും ബോധ്യപ്പെട്ടതോടെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഒത്തുതീർപ്പ് നാടകവുമായി രംഗത്തിറങ്ങിയത്. അപ്പോഴേക്കും അക്രമം നടത്തിയ പ്രതികൾ CPM പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിൽ അഭയം തേടിയിരുന്നു. പ്രതികളെ പിടികൂടാനെത്തിയ ക്രമസമാധാന ചുമതലയുള്ള ADGPയും റേഞ്ച് DIGയും ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ പാർട്ടി ഓഫീസിന് മുന്നിൽ CPM നേതാക്കൾ തടഞ്ഞുവെച്ചു. ഒടുവിൽ പോലീസ് മേധാവി നേരിട്ടിടപെട്ട് നടത്തിയ ചർച്ചകൾക്കൊടുവിൽ ഏതാനും പ്രതികളെ പാർട്ടി ഓഫീസിന്റെ പിൻവാതിലൂടെ ഇറക്കി അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസും CPMഉം മുഖം രക്ഷിക്കുകയായിരുന്നു. സംസ്ഥാന പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആസൂത്രിതമായ ഒളിച്ചുകളി പുതിയ സർക്കാരിനും വലിയ തലവേദനയായി മാറിയിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ നിയമപരമായ പ്രവർത്തനങ്ങൾക്ക് പ്രാദേശിക പോലീസ് സംരക്ഷണം നൽകുന്നില്ല എന്ന ആക്ഷേപം ശക്തമായതോടെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കടുത്ത നടപടികളിലേക്ക് കടക്കുന്നത്. സംസ്ഥാന പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇനി വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന നിലപാടിലാണ് ഇഡി. ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ കേരളത്തിൽ നടക്കാനിരിക്കുന്ന രാഷ്ട്രീയ പ്രാധാന്യമുള്ള റെയ്ഡുകളിലെല്ലാം ഇഡി ഉദ്യോഗസ്ഥർക്ക് കാവലൊരുക്കാൻ കൂടുതൽ കേന്ദ്രസേന നേരിട്ടെത്തും. ഇത് സംസ്ഥാന പോലീസിന്റെ അധികാരത്തിന്മേലുള്ള ശക്തമായ പ്രഹരമായാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ അതേസമയം നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് മുൻകൂട്ടി അറിയിച്ചിരുന്നല്ല എന്നും മാത്രമല്ല പൂർണ്ണമായും അർത്ഥത്തിൽ ആള് കൂടിയ സാഹചര്യത്തിലാണ് ക്രമസമാധാന പരിപാലനം ഉറപ്പാക്കാൻ പോലീസ് എത്തിയത് എന്നുമാണ്. എന്നാൽ ഈ ഘട്ടത്തിലാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് എന്നുള്ള വിവരം വരുന്നത്. അങ്ങനെയെങ്കിൽ ആഭ്യന്തരമന്ത്രി പറഞ്ഞ കാര്യങ്ങളിൽ തിരുത്തലുകൾ ഉണ്ടാവേണ്ടതുണ്ട്. എന്തായാലും സംസ്ഥാനം ഇന്നലെ കടന്നുപോയ സാഹചര്യം അത് ഏറ്റവും മോശം ക്രമസമാധാന പരിപാലനമായിരുന്നു പോലീസിന്റെ. തങ്ങളുടെ സഹപ്രവർത്തകർക്ക് നേരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന സാഹചര്യത്തിലും അവർക്ക് സംരക്ഷണം നൽകാൻ സാധിക്കാത്തൊരു പോലീസാണ് നമ്മുടെ നാട്ടിലെങ്കിൽ സാധാരണക്കാരന് എങ്ങനെ നീതി കിട്ടുമെന്ന് സ്വാഭാവികമായി ചോദ്യം വരും. മാത്രമല്ല മുൻ മുഖ്യമന്ത്രിയും പാർട്ടി നേതാവുമായ പിണറായി വിജയനെതിരെ അല്ല, പിണറായി വിജയന്റെ മകൾക്കെതിരെയാണ് കേസുള്ളത്. പാർട്ടി പ്രവർത്തകർ എന്തിനാണ് ഇത്രയും അധികം ബഹളം വയ്ക്കുന്നതെന്നും ഇത് നിയന്ത്രിക്കാൻ പോലീസിന് സാധിക്കുന്നില്ല എന്ന ചോദ്യവും സാധാരണക്കാർ ഉന്നയിക്കുന്നുണ്ട്.